വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഫേസ് ഉണ്ടാക്കണതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സമയം ലെറ്റ്സ് ഗോ. ഇവിടെ തുടങ്ങാം. ഇവിടെ അല്ലേ മേൽഭാഗം. ഇനി നമുക്ക് ആദ്യം ലിപ്പ് വരയ്ക്കാം. അതിന് നമ്മൾ നെതർ എടുത്തിട്ട് വരയ്ക്കാം. നെതർ കൊണ്ട് വരച്ചാൽ മതിയോ? നെതർ മതിയായിരിക്കും. നെതർ വെച്ച് കൊടുക്കാം. ചെരിഞ്ഞു പോയി. അപ്പോൾ നമുക്കത് ശരിയാക്കാം. ഒരു ഹോളുണ്ട്, ഇപ്പോൾ കയ്യോടെ അടച്ചിടാം. അപ്പോൾ വീണ്ടും ഞാനൊരു ഹോളുണ്ട്. എൻ്റെ പൊന്നോ, ഇങ്ങനെ വെച്ചിട്ട് എന്താ വരാത്ത നോക്കട്ടെ. ഒരു സ്മൈല് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ണ് വരയ്ക്കാം. കണ്ണ് വരയ്ക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. ഇതും കൂടി ഫില്ല് ചെയ്യാം. അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് വരയ്ക്കാൻ ഏകദേശം ഒരു അളവ് എടുക്കാം. അളവ് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഹെയറാണ് വരിക. ഹെയറിൻ്റെ അടുത്തോട്ട് വല്ലാണ്ട് പോകാണ്ട് ഒരു ഇവിടെ ഭാഗത്ത് കണ്ണ് വരണം. അതായത് ഈ റൗണ്ട് കണ്ണ്, ആ റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു കണ്ണ് വരണം. ഇപ്പുറത്തും അങ്ങനെ വരണം. റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ 4-5 ബ്ലോക്കും കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം സ്മൂത്ത് സാൻഡ് സ്റ്റോണാണ് വേണ്ടത്. ഇവിടെ നിന്ന് 1, 2, 3, 4, 5ാമത്തെ ബ്ലോക്കിൽ ഇത് വെച്ചു. ഇങ്ങനെ ഇങ്ങനെ 4 ബ്ലോക്കല്ല ഇത്, പക്ഷേ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വൈറ്റിൻ്റെ വെക്കാം. എനിക്കൊരു കളർ സെലക്ട് ചെയ്യണം. ഇപ്പോൾ വയ്ക്കാം. നെതർ വെച്ച് ഇവിടെ ഇങ്ങനെ എടുത്ത അളവ് നോക്കാം നമുക്ക്. അതായത് നമ്മൾ 4 കട്ട വിട്ടു വെച്ചു. ആ കട്ട ഇവിടുന്ന് എത്ര വരും നോക്കാം. 1, 2 ബ്ലോക്ക് ഇവിടുന്ന് വിട്ടിട്ട് 4 ബ്ലോക്ക് ആക്കിയിട്ട് വെക്കണം. യെസ്, 2 ബ്ലോക്ക് വിട്ട് 4 ബ്ലോക്ക്. പൊട്ടിക്ക് പൊന്തിക്കോ. 1, 2, 3, 4, 5ാമത്തെ ബ്ലോക്ക് മാർക്ക് ചെയ്യുക. ഒന്നുകൂടി
2 3 4 5 5 വെച്ചു. മാർക്ക് ഇതുപോലെ വരയ്ക്കണം. ഇനി ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. അതിലൊരു മഞ്ഞ കളർ വെച്ചാലോ? മഞ്ഞ വെച്ചാൽ ഏത് കളറാണ് രസം? ഒബ്സിഡിയൻ തന്നെ വെക്കണമല്ലോ. നമ്മൾ മറ്റേതിൽ അത് ചെരിഞ്ഞിട്ടുള്ള ആയതുകൊണ്ട് അതിൽ ഞാൻ ഈ ഒരു ബ്ലോക്കായിരുന്നു അതിൽ വെച്ചിട്ടുണ്ടാകുന്നത്. പക്ഷെ അത് ഇതിലിങ്ങനെ വെക്കാൻ പറ്റില്ല. പറ്റില്ല. അത് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു മൗണ്ടൈനിൽ ചെയ്തതാണെന്ന്. അപ്പോൾ ഇതിൽ ചെയ്യണമെങ്കിൽ ഇത് തന്നെ നല്ല രസമുണ്ട്. ഇവിടെ ഏത് ബ്ലോക്ക് വെക്കുമെന്നിലാണ് സംശയം. നെതർ വേണ്ട, ഇത് ഒബ്സിഡിയൻ വെച്ചേക്കാം. രാത്രി നമുക്കിതിൻ്റെ പണി തീർക്കണം. യെസ്, ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഹെയറിൻ്റെ കുറച്ചും കൂടി നമുക്ക് പണിയണം. കണ്ണൊക്കെ ചെറിയ മാറ്റമുണ്ട് ബ്ലോക്കിൽ, അതുകൊണ്ടോ? പക്ഷെ അതൊന്നും അറിയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി പെർഫെക്ഷന് വേണ്ടി ഒരു ബ്ലോക്ക് ഇങ്ങോട്ട് നീട്ടിയിട്ട് ചെയ്യാം. അതായിരിക്കും ഇത്തിരി കൂടി വൃത്തി. ഇതൊരു ബ്ലോക്ക് താഴ്ത്തണം. യെസ്, അവിടെ നിന്ന് പൊട്ടിച്ചറിയാണ്ട് അത് അടയ്ക്കാം. ഇവിടെ ലാൻഡ് ചെയ്തു. ഇവിടെ പറഞ്ഞാൽ കുറച്ചല്ലേ പൊട്ടിക്ക്. അപ്പോഴേക്ക് ഇവിടുത്തെ ഗ്രാസൊക്കെ പോയിട്ടുണ്ട്. ഇനി അവിടെ ഒന്നും പൊട്ടിക്ക്, ഇവിടെ ഒന്നും പൊട്ടിക്ക്. അളവ് തെറ്റിയോ? ഇല്ല, 3 ഉണ്ട്. ഇനി ഇങ്ങോട്ടാണ് ഓരോ ബ്ലോക്ക് വെക്കേണ്ടത്. അതാണ് ഈ സ്ഥലത്ത് ഇങ്ങോട്ട് 1 2 3. ഇനി ഇവിടെ റെഡിയായി. പൊട്ടിക്ക്. അപ്പോൾ അവിടെ ഏകദേശം ഒരു ഇവിടെ ഇല്ല. ഇനി അതിൽ ഏത് ബ്ലോക്കായിരിക്കും മേടിച്ചോ? നമുക്ക് നോക്കാം കുറച്ച് ബ്ലോക്കുകൾ. ഡയമണ്ട് വെച്ചോ. അതാണ് അതിൻ്റെ ലുക്ക്. ഡയമണ്ട് വെച്ചപ്പോൾ ലുക്ക് റെഡി. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിൽ ആക്കാം. നമുക്ക് വേണമെങ്കിൽ അടുത്ത പാർട്ടിൽ ചെയ്യാം. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാം. ഈ നെതർ നമ്മൾ അളവിന് വെച്ചാണ് അത് പൊട്ടിച്ച്. ബാക്കി എല്ലാ ലെവലും റെഡി ആയിട്ടുണ്ട് തോന്നുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേക്ക് പൊട്ടിച്ചു. ഏകദേശം എല്ലാം സെറ്റാണ്. എല്ലാത്തിൻ്റെ ലെവൽ കഴിഞ്ഞ പാർട്ടിലായിരുന്നു മൊത്തത്തിൽ കോമഡി. കഴിഞ്ഞ പാർട്ടിൽ മൊത്തമായിട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ ലെവലും തെറ്റി. ഇതിൽ ലെവൽ തെറ്റിയിട്ടില്ലല്ലോ. കണ്ണിൻ്റെ ലെവൽ ഒരു കട്ടയാണ് മാറിയത്. അത് കുഴപ്പമില്ല, അത് നമ്മൾ റെഡിയാക്കുകയും ചെയ്തപ്പോൾ. കഴിഞ്ഞ പാർട്ടിൽ ഒരു 5-6 വട്ടം തന്നെ ഒരു സാധനം, അതായത് ഈ ഇവിടുത്തെ ഇത് ഞാൻ 5-6 വട്ടം ശരിയാക്കിയിട്ടാണ് ശരിയായത്. കഴിഞ്ഞ പാർട്ട് കണ്ടവർക്ക് അറിയാം. യെസ്, ഇതാണ് ഫേസ്. ഇനി ഹെയറിൻ്റെ അങ്ങോട്ട് ഡെക്കറേഷൻ കൊടുക്കണോ? യെസ്, ഹെയറിൻ്റെ അവിടെ നമുക്ക് ഡെക്കറേഷൻ കൊടുക്കാം. ഡെക്കറേഷൻ കൊടുക്കണമെങ്കിൽ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിടാം, എന്നിട്ട് ഡെക്കറേഷൻ കൊടുക്കാം. മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഈ സ്റ്റോൺ വയ്ക്കണം. വേണമെങ്കിൽ പെർമനൻ്റ് ആക്കാം.
പൊട്ട് നമുക്ക് അതിൻ്റെ ഭംഗിക്ക് അനുസരിച്ച് വയ്ക്കാം. നമ്മൾ അത് നമ്മൾ റോൾ മോഡലാക്കിയിട്ട് ഇന്ത്യനെ പഴയൊരു മാപ്പിലത്തെയാണ്. ആ മാപ്പ് ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞായിരുന്നു, അത് ഡിലീറ്റായി പോയി. നമുക്ക് ഇങ്ങനെ റാൻഡമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് വയ്ക്കാം, അതായിരിക്കും നല്ലത്. കുറച്ച് ഒബ്സിഡിയൻ കൊടുത്ത് വയ്ക്കാം. ഡയമണ്ട് എവിടെയും വയ്ക്കേണ്ട, വേറെ ഡയമണ്ടല്ല നെതർ. ഇനി ബാക്കിയുള്ളവളൊക്കെ വൈറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാം നമുക്ക്. അതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ബ്ലാക്ക് ബ്ലോക്ക് ഏതെങ്കിലും എടുക്കണോ? വൈറ്റ് വെച്ച് നോക്കാം. നരച്ച മുടി പോലെ വേണ്ടിയിരുന്നാൽ മതിയാണോ? അത് ഡെക്കറേറ്റ് ചെയ്താലാണ് നമുക്ക് മെയിനായിട്ട് ഉണ്ടാവുക. നമുക്കത് ചെയ്തിട്ട് നോക്കാം. ഇവിടെ വൈറ്റ് ബ്ലോക്കാണ് നമ്മൾ വെക്കേണ്ടത്. വൈറ്റ് ബ്ലോക്ക് വെച്ച് നോക്കാം. നമ്മൾക്ക് വൈറ്റ് ബ്ലോക്ക് തന്നെ വെക്കാം. വൈറ്റ് വെച്ചിട്ട് നോക്കാം, പറഞ്ഞിട്ട് നോക്കാം. വൈറ്റാണ് കൂടുതൽ വരുന്നത്. കുറച്ച് ഡയമണ്ട് വെക്കണം, പക്ഷെ ഡയമണ്ട് വെച്ചാൽ ഡയമണ്ടിൻ്റെ ഒരു വില പോകും. ഡയമണ്ട് നമ്മളെപ്പോഴും ഒരു മൂല്യം കാണണം. യെസ്, അത് കുറച്ചും കൂടി വെക്കണം. ഈ ഭാഗത്ത് തീരെ ഇല്ല. അവിടെ കുറച്ച് നെതറൊക്കെ വെച്ച് മൊത്തത്തിൽ ലുക്കാകണം. ഗൈസ്, നമ്മൾ ഇവിടെ ബ്ലോക്ക് വെക്കണം. നെതർ വയ്ക്കുക. ഒരേ പാറ്റേണിൽ നെതറാവും. അപ്പോൾ ഒബ്സിഡിയൻ ഇവിടെയാണ് വയ്ക്കുക. ആ നെതറാവട്ടെ. ഇവിടെ ഒബ്സിഡിയൻ ഇനി ഒന്ന് പറഞ്ഞു നോക്കാം. യെസ്, ഗൈസ് പറഞ്ഞെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലോക്ക് നമ്മൾ ഫില്ല് ചെയ്യാൻ മറന്നു. അതിൽ നെതർ വയ്ക്കുക. നെതർ അവിടെയല്ലേ ഇവിടെ. യെസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ഈ ഫേസ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ വേർത്തു ഗെയിമിലിട്ടോ. വേർത്ത് ക്ഷീണിച്ചു, വേർപ്പൊക്കെ വരുന്നു. എന്തായാലും ഇതാണ് നമ്മുടെ അവസാനത്തെ ഔട്ട്പുട്ട്. ഇനി ഇവിടെ ലൈറ്റ് വെച്ചാൽ രാത്രി സെറ്റാക്കാം. ലൈറ്റ് എവിടെ? ലൈറ്റ് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇടയിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ചെറുതായിട്ട് ഒരു താടിമാരിയൊക്കെ ചെയ്യാനാണ് വിചാരിച്ചത്. ഏകദേശം അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. യെസ്, ഇവിടെ അവിടെ ഇനി ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കണം നമുക്ക്. എന്നാലാണ് ലൈറ്റ് അടിക്കുള്ളൂ. ഇവിടേക്ക് എത്ര ഇവിടെ ഓരോന്ന് വെച്ച് കൊടുക്കാൻ നൈസായിട്ട്, എന്നാലും അതിൻ്റെ വെളിച്ചം കിട്ടും. കണ്ണിൻ്റെ സൈഡുകളിൽ വെച്ച് കൊടുക്കാം. ഈ ഒന്നിൻ്റെ ഇവിടെയും ഇരിക്കട്ടെ. ഇനി ഇവിടെ എന്നിട്ട് രാത്രി നമുക്കിതെങ്ങനെ ഉണ്ടാവുമെന്നും കൂടി നോക്കണം. ഏകദേശം രാത്രി ആവാറായി തോന്നുന്നു. യെസ്, ഇവിടുത്തെ എക്സ്ട്രാ ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ ലൈറ്റിൻ്റെ ലുക്ക് നോക്കണ്ട. ലൈറ്റ് രാത്രി ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത്. മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറ്റേതുപോലെ ആയിട്ടില്ല. അത് ഇത്തിരി വ്യത്യാസത്തില്ല. മൗണ്ടനിൽ ചെയ്തായതുകൊണ്ട്
കണ്ണൊക്കെ ഇത്തിരി കൂടി ഇതിലുണ്ടായിരുന്നു. പിന്നെ അത് ഇതേ വലുപ്പത്തിൽ തന്നെ ഞാൻ ചെയ്തത്. പക്ഷെ അത് ഇത്തിരി സിമ്പിളായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തപ്പോൾ പണ്ട് ചെയ്തതാണ്. അതുകൊണ്ടാണതങ്ങനെ. യെസ്. പറഞ്ഞപ്പോഴേക്ക് ഇരുട്ടാവാറായി. കുറച്ച് നേരം നമുക്കിവിടെ നിൽക്കുമ്പോഴേക്ക് ഇരുട്ടായിട്ട് ഞാൻ ഫൈനൽ കാണിച്ചു തരാം. ഈ മാപ്പിൽ ആ ബിൽഡില്ലേ നമ്മുടെ ബേസ്, ആ ബേസ് രാത്രി കാണാനാണ് രസം. നമുക്ക് പൊന്താം. ഒന്നുകൂടി ഇരുട്ടായിട്ടാവും ലുക്ക് വരിക. നമുക്ക് അപ്പോഴേക്കൊന്ന് ബേസ് പോയിട്ട് വരാം. ബേസ് കാണിക്കാം. ഇനി ആ ബേസ് പോലെ ബേസ് കെട്ടുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് ചെയ്യാം. ആ ബേസ് ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയ ബേസാണ്. അല്ലാണ്ട് ഞാനങ്ങനെ ക്രിയേറ്റീവായിട്ട് ബേസ് കെട്ടുന്ന ആളല്ല. എത്തി ഗൈസ്. കേട്ടോ, മേഘത്തുനിന്ന് ഇങ്ങനെ ഒരു ഇൻട്രോ വരാം. മേഘം തോറ്റയ്ക്ക് വരുമ്പോൾ നമ്മുടെ ഫേസ്. ഇതും സ്റ്റീവിൻ്റെ ഫേസ് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മളിപ്പോൾ സ്റ്റീവാണോ അലക്സാണോ? അലക്സാണ് തോന്നുന്നു. നല്ല ഫേസായി വന്നിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതാണ് കേസ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ്. ഇനി ഞാൻ ബേസ് പോട്ടെ. അപ്പോൾ നാളെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. ടാറ്റ, ബൈ ബൈ.